ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമുക്കൊരു ചപ്പാത്തി ഷവർമ ഉണ്ടാക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ വലിയ ടാസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി മാവ് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മിക്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ആദ്യമേ പൊട്ടറ്റോ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചേക്കണേ, അത് ഞാൻ ചൂടുവെള്ളത്തിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പീസ് എല്ലാം എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മുട്ടയും പിന്നെ 2-3 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു പൊടിക്ക് പഞ്ചസാര, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തിക്ക് കൺസിസ്റ്റൻസി ആകുന്ന വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് അതേ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് പൊട്ടറ്റോ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് അതിലോട്ട് പെപ്പർ, അതുപോലെ കുറച്ച് സോൾട്ട്, ടൊമാറ്റോ സോസ്, പിന്നെ നമ്മൾ അടിച്ചു വെച്ച മയോണൈസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഞാൻ കുഞ്ഞു പീസാക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചപ്പാത്തി വെള്ളത്തിനായിട്ട് ഞാൻ ഓൾറെഡി മാവെല്ലാം കുറച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു, അത് ബോളാക്കി എടുത്തിട്ട് ഞാൻ പരത്തി എടുക്കുന്നുണ്ട്, ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അങ്ങ് ചുട്ടെടുത്തു. അപ്പം ഇത്രയും ഞാൻ എടുക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാൻ അതെല്ലാം എടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കണമെന്നുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല, ഈ വെജിറ്റബിൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തുവാണോ ഉള്ളത് അത് ഇച്ചിരി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.